ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു മീൻ പാല് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇതൊരു കൊച്ചി സ്റ്റൈൽ കറിയാണ്. ഞാനിത് നെയ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെയ്മീൻ പോലെ തന്നെ നമുക്ക് ആഗോലി, കണമ്പ്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏത് മീൻ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നെയ്മീനാണ്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നെയ്മീൻ അല്ലെങ്കിൽ ആകൂലി, കണമ്പ്, തിരുത അതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ വെച്ച് ഈ കറി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് കറിക്കായിട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്. ഈ കറിക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ എരിവെള്ള മുളക് പൊടിയാണ്. നമ്മളൊരു കാശ്മീരി ചില്ലിപ്പൊടി എടുക്കണ്ട. ഈ കറിക്ക് അധികം ചുവപ്പ് കളർ വേണ്ട, ഒരു മഞ്ഞ കളറിലാണ് ഈ കറി ഇരിക്കുന്നത്. കറിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണിത്. 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും 1.5 കപ്പ് രണ്ടാം പാലുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രഷ് തേങ്ങ ചിരവിയത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് പൗഡറോ കലക്കി ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. കറിക്ക് പുളിക്കായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരിക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടമ്പുളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി എടുത്തിട്ട് ഇതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് കറിയുടെ കളർ മാറിപ്പോകും. ഇപ്പോൾ പൊടികളെല്ലാം മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1.5 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി എല്ലാം നിങ്ങളുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ഉപ്പുപൊടി എല്ലാം ചേർത്തതിന് ശേഷം കറി ഒന്ന് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമുക്ക് കറിയിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അല്ലെങ്കിൽ ചട്ടിയെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിന് ശേഷം പാൻ മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മീനിൻ്റെ മൂടി മാറ്റിയിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. മീനിൻ്റെ കുക്കിംഗ് സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ പാകം നോക്കി വേവിക്കണം. ഇപ്പോൾ ആഗോലിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സോഫ്റ്റ് മീനായത് കാരണം ചില നെയ്മീൻ പെട്ടെന്നാവും, ചില നെയ്മീനാണെങ്കിൽ കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ പാകം നോക്കി കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും മീൻ സാധാരണ വെന്ത് കിട്ടും. ഇപ്പോൾ കറി മൂടി കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ കറി പാകത്തിനൊക്കെ കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്.
ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് ചട്ടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ കറി തിളക്കാൻ അനുവദിക്കരുത്. നന്നായിട്ട് കറി ചൂടായി തിളക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് ചൂടായി തിളക്കാനുള്ള പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പാല് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഞാനിതിൽ കുറച്ച് ഉള്ളിയും കറിവേപ്പിലെല്ലാം മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. കറി താളിച്ചിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് മൂപ്പിക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി താളിച്ചത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ മീൻ പാല് കറി റെഡിയായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്